ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ ഓട്ടോ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓട്ടോ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എക്സലിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന നിരവധി ഡിസൈനുകളാണ്. അതായത് എക്സലിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും കളർ കൊടുത്ത് അതിനെ ഭംഗിയാക്കുന്നത്, അല്ലേ? ഫിൽ കളറുകൾ, ടെക്സ്റ്റ് കളറുകൾ നമ്മൾ തന്നെ കൊടുക്കുന്നു. ഇതിന് പകരം എക്സലിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കുറേ ഡിസൈനുകളുണ്ട്, ബിൽറ്റ് ഇൻ ഡിസൈനുകൾ. ഇതെല്ലാം തന്നെ നമ്മളുടെ ഡാറ്റയുടെ മുകളിൽ അപ്ലൈ ചെയ്ത് നമ്മളുടെ ഡാറ്റ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. അതാണ് നമ്മൾ ഓട്ടോ ഫോർമാറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി എക്സലിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണം. വല്ല പ്രൊഡക്റ്റ് ഡീറ്റെയിൽസോ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസോ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന കുറച്ച് സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസോ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇതൊരു എളുപ്പമാക്കുന്ന രീതി കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ നോർത്ത് വിൻഡ് ട്രഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഡാറ്റാബേസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് എംപ്ലോയി ഡീറ്റെയിൽസുകൾ, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് കോപ്പി ചെയ്തിട്ട് ഈ എക്സലിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് നമുക്ക് എക്സലിൽ പല കാര്യങ്ങളും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡാറ്റാബേസിൻ്റെ ലിങ്ക്, ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഡാറ്റ എടുത്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് കണ്ടില്ലേ നമ്മൾ ഡമ്മി പാരഗ്രാഫൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലേ? ഇപ്പോൾ വിൻഡോ കീ 6 അടിച്ചു, വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. അതിനകത്ത് നമുക്ക് ഡമ്മി പാരഗ്രാഫ്, ഇപ്പോൾ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ ഡമ്മി പാരഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ വേർഡ് ഓപ്പൺ ചെയ്ത് വന്നു. അതിനുശേഷം ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എന്താ നമ്മൾ ഈസ് ഈക്വൽ ടു റാൻഡ് ഒരു 1, ഒരു 5 എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടോ, 5 സെൻറ്റൻസുള്ളൊരു പാരഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നില്ലേ? കണ്ടോ, അപ്പോൾ ഇതൊരു ഡമ്മി പാരഗ്രാഫാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൽ നിന്നും രക്ഷപ്പെട്ടില്ലേ? ഓക്കെ, വെറുതെ ചെയ്ത് നോക്കാം. ഇതേപോലത്തെ ഡമ്മി പാരഗ്രാഫുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതേപോലെ എക്സലിനകത്ത് എന്തെങ്കിലും ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഡാറ്റ വേണം. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഞാൻ പറഞ്ഞൊരു ഐഡിയ ആണ് എന്ത്, നോർത്ത് വിൻഡ് ട്രഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡാറ്റാബേസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, ഗൂഗിളിനകത്ത് വെറുതെ സെർച്ച് ചെയ്താൽ മതി നോർത്ത് വിൻഡ് ഡാറ്റാബേസ്, അല്ലെങ്കിൽ നോർത്ത് വിൻഡ് .accdb ഡൗൺലോഡ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡാറ്റാബേസ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് അതൊന്ന് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിയാൽ ഡൗൺലോഡ്സ് ഫോൾഡറൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. വിൻഡോ കീയോ 6 അടിക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഡൗൺലോഡ്സ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമ്മളെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ്സ് ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയി. ഇതിന് ശേഷം നമുക്കിത് അവിടെ കണ്ടോ നോർത്ത് വിൻഡ് .accdb എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ആണ്. ഓക്കെ, അപ്പോൾ ആക്സസ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് നിങ്ങൾക്ക് തുറന്നു വരിക. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഒരു ഡാറ്റാബേസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, നോർത്ത് വിൻഡ് ട്രഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ എഴുതിയിട്ടുണ്ട്. വെൽക്കം ടു ദി നോർത്ത് വിൻഡ് ട്രഡേഴ്സ് സാമ്പിൾ ഡാറ്റാബേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ ഓരോ എക്സലിനകത്തും അതുപോലെ തന്നെ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ വേണ്ടി റെഫർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസാണ് ഈ നോർത്ത് വിൻഡ് ട്രഡേഴ്സിൻ്റെ ഡാറ്റാബേസ്. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ഡാറ്റകൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫ്രീ ആയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് താഴോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സൈഡ് പൈനിൽ നോക്കിയാൽ മതി. സപ്പോർട്ടിങ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് കാണാം. ഓക്കെ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. കണ്ടോ, കസ്റ്റമേഴ്സ് ആൻഡ് ഓർഡേഴ്സ്, ഇൻവെൻട്രി ആൻഡ് പർച്ചേസിങ്, സപ്ലയേഴ്സ്, റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. എംപ്ലോയീസ്, അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഒബ്ജക്ട്സ് കാണാം. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടോ ഇളം നീല കളറിലായിട്ട് നമുക്ക് കണ്ടില്ലേ കാണാൻ പറ്റും. ഇതൊക്കെ ആക്ച്വലി ഇതിന് ടേബിൾസ് എന്നാണ് പറയും. ടേബിൾസ്, പട്ടികകൾ എന്നാണ് പറയുക. അപ്പോൾ ഇത് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, നമ്മൾ ആക്സസ് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇളം നീല കളറിൽ കാണുന്ന ഈ ഐക്കൺ നോക്കിയാൽ മതി. ഇത് ടേബിൾസ് ആണ്. ഇതിനകത്ത് കണ്ടോ കസ്റ്റമേഴ്സ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ താഴെ നോക്കിയാൽ അറിയാം 29ഓളം കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട്. എംപ്ലോയി പ്രിവിലേജസ്, എംപ്ലോയീസ്, അതുപോലെ തന്നെ ഇൻവെൻട്രി ട്രാൻസാക്ഷൻ ടൈപ്പ്, ഇൻവെൻട്രി ട്രാൻസാക്ഷൻ, ഇൻവോയ്സസ്, ഓർഡർ ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ കാണാം ഇതിനകത്ത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസാണ് എടുക്കുന്നതെങ്കിൽ പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ,
ഏകദേശം ഒരു 45ഓളം പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് എന്ത് ചെയ്യാം, എക്സലിനകത്തേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് മുഴുവൻ വേണമെങ്കിൽ കൺട്രോൾ എ അടിക്കാം. കൺട്രോൾ എ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ മുഴുവൻ ഡാറ്റയും സെലക്റ്റായി. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്യുക, കൺട്രോൾ സി അടിച്ചിട്ട് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മൾ എക്സൽ തുറക്കുക. എക്സലിനകത്ത് A1 എന്ന് പറയുന്ന ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ വി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുക. കണ്ടോ ആ ഡാറ്റ മുഴുവൻ ഇവിടേക്ക് എത്തി. പക്ഷേ ഡാറ്റ എല്ലാം കൂടി കണ്ടില്ലേ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് വന്നിട്ടുണ്ടാവുക. കണ്ടോ ഓരോ പ്രോഡക്റ്റിൻ്റെ നെയിമും കണ്ടോ ലൈൻ ബൈ ലൈനായിട്ട് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഇനി ഒരു വൃത്തിയാക്കുക എന്നുള്ള ഒരു ജോലി കൂടി നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട്. കണ്ടോ അത് പെട്ടെന്ന് കണ്ടിട്ടൊരു ഭംഗിയില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ എക്സലിനകത്ത് ഡാറ്റ പേസ്റ്റ് ചെയ്തു. ഇനി ശേഷം ചെയ്യേണ്ടത് നമ്മൾ കൺട്രോൾ എ അടിക്കുക ഇവിടെ, അല്ലെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, കൺട്രോൾ എ അടിക്കാം. അതിനുശേഷം നമ്മൾ കൺട്രോൾ 1 അടിക്കാം. കൺട്രോൾ 1 അടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് ഇട്ടിട്ടുണ്ടാവും. ഈ ടിക്ക് നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഈ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ലൈൻ ബൈ ലൈനായിട്ട് എഴുതിയിരിക്കുന്ന ഈ പ്രോഡക്റ്റിൻ്റെ പേരുകളെല്ലാം തന്നെ ഒരു സിംഗിൾ ലൈനായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ ഫോണ്ടൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഫോണ്ട് ഞാൻ ഡ്രോയിഡ് സാൻസ് എന്ന് പറയുന്ന ഫോണ്ട് ആക്കുന്നു. സൈസ് ഒരു 12 ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം, കണ്ടോ ഒരു കോളവും ഇവിടെ ഫിറ്റല്ല. അതായത് പ്രൊഡക്റ്റ് നെയിം തന്നെ കണ്ടില്ലേ, പ്രൊഡക്റ്റ് നാം എന്നൊക്കെയാണ് കാണുന്നുള്ളൂ, ബാക്കി കാണുന്നില്ല. ഓക്കെ, നോർത്ത് വിൻഡ് എന്നിട്ട് ബാക്കി ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മളിത് ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഹോമിനകത്ത് ഫോർമാറ്റിനകത്ത് ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്ത്. ഓക്കെ, ഇതിന് ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതായത് ആൾട്ട് OCA അടിച്ചാൽ മതി. ആൾട്ട് ഓയും സിയും എയും അമർത്തിയാൽ മതി. ഓക്കെ, ആൾട്ട് OCA ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ആൾട്ട് OCA ആണ് നമ്മൾ കോളം ഓട്ടോ ഫിറ്റ്. അതിൽ O എന്ന് പറയുന്നത് ഫോർമാറ്റ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ലെറ്ററാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഫിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ OCA മീൻസ് ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഫോർമാറ്റിൽ കോളം ഓട്ടോ ഫിറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്താലും മതി. കണ്ടോ ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് OCA അടിക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് സൂം ഔട്ട് ചെയ്യാം. അല്ലേ, ഇപ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഓട്ടോ ഫോർമാറ്റ് കൊടുക്കുക, അതായത് കുറച്ചൊന്ന് ഭംഗിയാക്കാം അല്ലേ. അതിന് വേണ്ടി ചെയ്യേണ്ടത് ഫുള്ള് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിനകത്ത് ആൾട്ട് ഓയും എയും നമ്മൾ അമർത്തുക. ഓയും എയും കണ്ടോ OA അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ബോക്സ് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിനകത്ത് എക്സെല് കണ്ടില്ലേ കുറേ എന്ത് കാണുന്നുണ്ട്, ഡിസൈനുകൾ കാണുന്നുണ്ട്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ നമ്മൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ആൾട്ട് ഓയും എയുമാണ്. ഓയും എയും അതിൽ O എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്റർ ഓഫ് ഫോർമാറ്റ് ആണ്. അതുപോലെ തന്നെ A എന്ന് പറയുന്നത് ഓട്ടോ ഫോർമാറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓയും എയും. ഇനി ഈ ഒരു സെറ്റിങ്സ് നമുക്ക് മെനു വഴിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, ഫയൽ എടുക്കുക. അതിനുശേഷം ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചൂസ് കമാൻഡ്സ് ഫ്രം എന്ന് പറയുന്നൊരു ബോക്സ് കാണാം. ഇതിനകത്ത് പോപ്പുലർ കമാൻഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് നമുക്ക് ഓൾ കമാൻഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ കണ്ടില്ലേ എക്സലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെറ്റിങ്സുകളുടെയും പേര് ഇവിടെ കാണാം. അതിനകത്ത് നമുക്ക് ഓട്ടോ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് കാണാം. ഇത് ABCD ഓർഡറിലായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കണ്ടില്ലേ ഓട്ടോ ഫോർമാറ്റ്. ഇത് ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഈ ഒരു ബോക്സിലേക്ക് വരും. അതായത് കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഒരു ബോക്സിനകത്തേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഓട്ടോ ഫോർമാറ്റ് എടുക്കുക, ആഡ് ചെയ്യുക, ഈ ലിസ്റ്റിലേക്ക് വരും. അതിനുശേഷം നമ്മൾ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സ് നമുക്കിത് അവിടെ ഏറ്റവും മുകളിൽ കാണാം. കണ്ടോ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് വന്നിട്ടുണ്ടാവും. കണ്ടോ ഒരു കള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഇടിമിന്നലിൻ്റെ ഒരു ചിത്രമൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ കാണാം ഏറ്റവും മുകളിൽ. കണ്ടോ അതാണ് ഓട്ടോ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താലും മതി. കണ്ടില്ലേ. ഓക്കെ, പക്ഷെ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എടുക്കാറില്ല.
ഓക്കെ. ഇത് പിന്നെ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ മുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം എടുക്കുന്ന ആ ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഷോർട്ട് കട്ട് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. കൺട്രോൾ എ അടിക്കുക, അതിനുശേഷം ആൾട്ട് ഒ എ അമർത്തിയാൽ മതി. ഒ എ പഠിക്കാൻ എളുപ്പമാണ്, ഫോർമാറ്റിനകത്ത് ഓട്ടോ ഫോർമാറ്റ്. ഓക്കെ. അതിനുശേഷം ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുക, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ ഡാറ്റ കംപ്ലീറ്റ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അതായത് ബിൽറ്റിനായിട്ടുള്ള ഒരു ഗ്രീൻ കളറിൽ ഡിസൈനാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കൺട്രോൾ എ അടിക്കുക, ആൾട്ട് ഒ എ അടിക്കുക, വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. കണ്ടില്ലേ ഇതേപോലെ. ഇപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കിക്കോളൂ. വീണ്ടും കൺട്രോൾ എ അടിക്കുക, ആൾട്ട് ഒ എ അടിക്കുക. അതിനുശേഷം നമ്മൾ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ നൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ മതി. കണ്ടോ എല്ലാ ഡിസൈനും പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ബിൽറ്റിനായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് എക്സലിനകത്ത് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഡാറ്റ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, ഡാറ്റാബേസ് ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ. ബാക്കിയൊക്കെ നിങ്ങൾ അതിൻ്റെ മുകളിൽ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഇങ്ങനെ ഏത് കാര്യവും എക്സലിനകത്ത് ചെയ്ത് നോക്കാൻ നമുക്ക് ഡാറ്റ വേണമെങ്കിൽ നോർത്ത് വിൻഡിൻ്റെ ഡാറ്റാബേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ബി ആൻ എക്സ്പേർട്ടിൻ്റെ ഇത്തരം വീഡിയോസുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.